യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദ്രൗപദിക്ക് ഏറെ ദുഃഖമാണുണ്ടായത്. ഇത്രയും ദ്രോഹങ്ങൾ തങ്ങളോട് ചെയ്ത കൗരവരോട് ക്ഷമിക്കണം എന്ന ചിന്തയാണ് യുധിഷ്ഠിരന് ഉള്ളത്. യുധിഷ്ഠിരന്റെ മനസ്സിന് മാറ്റം വരുത്തുവാൻ ദ്രൗപദി വീണ്ടും പറഞ്ഞു തുടങ്ങി. പല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് ഇത്തരം ചിന്താലിപികൾ ഉണ്ടാക്കിയ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുകയാണ്. എല്ലാം കർമ്മഫലമാണെന്ന് ജ്ഞാനികൾ പറയുന്നു. അങ്ങയുടെ രാജ്യവും ജീവിതവും എല്ലാം ധർമ്മത്തിനു വേണ്ടിയാണ്. അങ്ങയുടെ അനുജന്മാരെയും എന്നെയും ഉപേക്ഷിച്ചും കൂടി ധർമ്മത്തെ അങ്ങ് കൈവടിയില്ല എന്നതാണ് സത്യം. ധർമ്മത്തെ രക്ഷിക്കുന്ന രാജാവിനെ രക്ഷിക്കപ്പെട്ട ധർമ്മം തന്നെ രക്ഷിക്കുമത്രേ. എന്നാൽ അങ്ങയുടെ വിഷയത്തിൽ നേരെ വിപരീതമാണല്ലോ കാണുവാൻ സാധിക്കുന്നത്. അങ്ങയെ ധർമ്മം ആപത്തിൽ നിന്നും രക്ഷിച്ചുവോ? എത്രയെത്ര മഹർഷിമാരെയും ബ്രാഹ്മണന്മാരെയും ഒക്കെ അങ്ങ് സൽക്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങയ്ക്ക് അത് വല്ലതും സാധിക്കുന്നുണ്ടോ? എല്ലാം വിധി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, പൗരുഷം കൊണ്ട് വിധിയെ ജയിക്കണോ? ദ്രൗപദിയുടെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു തുടങ്ങി. അല്ലയോ ദ്രൗപദി, നീ വളരെ ഹൃദ്യമായും ഭംഗിയായും സംസാരിക്കുന്നുണ്ട്. പക്ഷെ നീ ഒന്നോർക്കണം, ധർമ്മത്തെയോ വിധിയെയോ നിന്ദിക്കരുത്. ഒരിക്കലും അത് ഗുണം ചെയ്യില്ല. ലോകം നിലനിൽക്കുന്നത് തന്നെ ധർമ്മത്തിലാണ്. ഞാൻ ധർമ്മത്തെ പിന്തുടരുന്നത് അതിന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവൻ ഏറ്റവും നിന്ദ്യനാണ്. കർമ്മത്തിന്റെ ഫലം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, മനുഷ്യൻ അവന്റെ കർത്തവ്യം ചെയ്യണം. അത് ധർമ്മമാണ്. ധർമാനുഷ്ഠാനമാണ് ഒരുവന്റെ കർത്തവ്യം. അത് ചെയ്യാത്തവൻ ലോകത്തിൽ അധോഗതിയെ പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് മുനീശ്വരന്മാരും മഹാത്മാക്കളും ധർമ്മത്തെ പുകഴ്ത്തുന്നത്. സർവേശ്വരന്റെ ഇച്ഛയ്ക്കൊത്താണ് എല്ലാം നടക്കുന്നത്. ആ വിധിയെ നമസ്കരിക്കുക. അതുകൊണ്ട് ദ്രൗപദി, എല്ലാം കാലത്തിനതീതമാണെന്നറിഞ്ഞ് ഈ മനോഭാവം നീ ഉപേക്ഷിക്കുക. യുധിഷ്ഠിരൻ ദ്രൗപദിയോട് ഇപ്രകാരമൊക്കെ പറയുകയാണ്. യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ദ്രൗപദി പറഞ്ഞു. മഹാരാജാവേ, ഞാൻ ഒരിക്കലും ധർമ്മത്തെ നിന്ദിക്കുകയില്ല. അങ്ങനെയാണ് അങ്ങേക്ക് തോന്നിയതെങ്കിൽ ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല. എന്റെ ദുഃഖത്തിന് ഒരവസാനം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, അന്ന് കേൾക്കണോ? ദ്രൗപദി തുടരുകയാണ്. ദൈവത്തിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടതെല്ലാം ലഭിക്കും എന്ന് ചിന്തിച്ച് മേലനങ്ങാതെ കാത്തിരിക്കുന്നത് ശരിയാണോ? നമുക്ക് വളരെയധികം അനർത്ഥങ്ങൾ നേരിട്ടിട്ടുള്ള ഈ സമയത്ത് അന്ന് സംശയങ്ങൾ വെടിഞ്ഞ് എല്ലാം തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്. ഭീമസേനനും അർജുനനും മകുല സഹദേവന്മാർക്കും വന്നിട്ടുള്ള അഭിമാന ഭംഗം തീർക്കുവാൻ അതാണോ ഉത്തമ മാർഗം? ദ്രൗപദിയുടെ ഈ വാക്കുകളൊന്നും യുധിഷ്ഠിരൻ അംഗീകരിക്കുന്നതേയില്ല. ഈ രംഗം കണ്ടിരുന്ന ഭീമസേനൻ കോപം സഹിക്കവയ്യാതെ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു. ഹേ മഹാരാജാവേ, ധീരപുരുഷന്മാർക്ക് യോജിച്ച മാർഗം അങ്ങ് സ്വീകരിക്കുക. രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ക്ഷത്രിയരായ നാം ഈ കാട്ടിൽ വാഴുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ദുര്യോധനൻ ധർമ്മം കൊണ്ടോ നേരായ മാർഗത്തിലൂടെയോ അല്ല രാജ്യം നേടിയെടുത്തത്. കള്ളച്ചൂതുകൊണ്ട് നമ്മെ ചതിച്ചു നേടിയെടുത്തതാണ്. ഇതിനെല്ലാം കാരണം അങ്ങയുടെ അശ്രദ്ധയാണ്. ധർമ്മത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയത്തിനു വേണ്ടി മാത്രം ഞങ്ങൾ ഇതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അന്നു തന്നെ അവരെയെല്ലാം ഞങ്ങൾ വധിച്ചേനെ, അത് തീർച്ച. ഭീമസേനൻ രോഷത്തോടെ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു. അങ്ങ് ധർമ്മിഷ്ഠനാണെന്ന് എല്ലാവരും പറയുന്നു. ധർമ്മം പാലിക്കുവാൻ എല്ലാവരും അങ്ങയെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ധർമ്മം പാലിക്കുവാൻ നമുക്ക് സമ്പത്ത് വേണമല്ലോ. ആ അർത്ഥസമ്പാദനത്തിനായിട്ടാണ് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അർത്ഥമില്ലാത്തവൻ എങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് അങ്ങ് സ്വന്തം ശക്തി കൊണ്ട് സമ്പത്തും രാജ്യവുമെല്ലാം നേടണം എന്നാണ് ഞാൻ പറയുന്നത്. ഭിക്ഷാടനം അങ്ങേക്ക് ചേർന്നതല്ല. ക്ഷത്രിയനായ അങ്ങ് സ്വധർമ്മം പാലിക്കുക. യുദ്ധവിജയത്തിൽ അങ്ങ് സംശയിക്കേണ്ടതില്ല. വില്ലാളിയായ അർജുനനുള്ളപ്പോൾ നാം എന്തിനു ഭയക്കണം? ഭീമസേനൻ ഇപ്രകാരമെല്ലാം യുധിഷ്ഠിരനോട് പറയുന്നു. ഭീമസേനന്റെ ഈ വാക്കുകൾ കേട്ട് അല്പനേരം യുധിഷ്ഠിരൻ ആലോചിച്ചിരുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു. ഭീമ, നീ പറഞ്ഞതെല്ലാം കേൾക്കേണ്ടവനാണ് ഞാൻ. കാരണം ഞാൻ നിമിത്തമാണ് നിങ്ങൾക്ക് ഈ ആപത്തെല്ലാം വന്നത്. ശകുനി കള്ളച്ചൂത് കളിച്ച് എന്നെ പരാജയപ്പെടുത്തി. ആ ചതിയെപ്പറ്റി മനസ്സിലായപ്പോൾ ഞാൻ പിന്മാറേണ്ടതായിരുന്നു. പക്ഷെ ആ നിമിഷത്തിൽ അതൊന്നും എനിക്ക് തോന്നിയില്ല. ഭീമ, നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നും തോന്നുന്നുമില്ല. എന്തു ചെയ്യാം? ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അന്ന് അടിമകളായി തീർന്ന നമ്മളെ രക്ഷിച്ചത് ദ്രൗപദിയാണ്. രണ്ടാമത്തെ ചൂതുകളിയിൽ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമായിരുന്നുവല്ലോ പന്തയം. അതിലും ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ കൗരവസഭയിൽ വെച്ച് സമ്മതിച്ച ആ പന്തയം പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ആ സത്യം ലംഘിക്കുവാൻ ഞാൻ വിചാരിക്കുന്നില്ല. ധർമ്മത്തെ വെടിഞ്ഞ് രാജ്യം ഭരിക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. ദ്രൗപദിക്കും നിങ്ങൾക്കും സംഭവിച്ച ദുഃഖത്തിൽ എന്റെ ഹൃദയം വെന്തു നീറിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷെ കൗരവസഭയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ലംഘിക്കുവാൻ ഞാൻ ഒരുക്കമല്ല. സമയം വരുമ്പോൾ നമുക്ക് ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ച് രാജ്യം വീണ്ടെടുക്കാം. യുധിഷ്ഠിരൻ ഇപ്രകാരം ദൃഢനിശ്ചയത്തോടെ ഭീമസേനോട് പറഞ്ഞു നിർത്തുന്നു.